ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. IPL 2024 ലേലത്തിൽ വമ്പൻ തുകയ്ക്ക് വിറ്റുപോയ ഒരു താരത്തിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തവണ IPL താരലേലം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ബാറ്റർമാരുടെ ലിസ്റ്റിൽ ഒന്നാമതായി വിളിക്കപ്പെട്ട താരമായിരുന്നു റോമാൻ പവൽ എന്ന വെസ്റ്റ് ഇൻഡീസ് താരം. 7.4 കോടി രൂപയ്ക്ക് സഞ്ജു സാംസൺ നായകനായിട്ടുള്ള രാജസ്ഥാൻ റോയൽസാണ് ഈ ഒരു വെസ്റ്റ് ഇൻഡീസ് താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ 7 കോടി എന്നൊരു വമ്പൻ തുകയ്ക്ക് തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചൊരു വമ്പൻ തുക തന്നെയായിരുന്നു. കാരണം 14 കോടി രൂപ മാത്രമാണ് RRൻ്റെ ബാലൻസ് പേഴ്സായി ഉണ്ടായിരുന്നത്. സോ ആദ്യം വിളിച്ച ഈ ഒരു താരത്തിന് വേണ്ടി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തുകയുടെ പകുതിയോളം മുടക്കിയാണ് രാജസ്ഥാൻ മാനേജ്മെൻറ്റ് റോമാൻ പവലിനെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതിനാൽ തന്നെ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ആരാധകരും ഈ ഒരു താരത്തിന് മേൽ ഉറ്റുനോക്കുന്നത്. കാരണം ഇത്രയും ആകെ 14 കോടി രൂപയുമായി ഇപ്പോൾ രാജസ്ഥാൻ 8 താരങ്ങളെ സ്വന്തമാക്കുന്നതിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു താരത്തിന് വേണ്ടി തങ്ങളുടെ പകുതിയോളം തുകയും മുടക്കണമെങ്കിൽ വെറുതെ അല്ലെങ്കിൽ ഒന്നും കാണാതെ ആയിരിക്കത്തില്ല രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റ് മുടക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് അടിവരയിട്ട് തെളിയിക്കുന്ന കുറച്ച് ഫാക്റ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോ ഒരു പ്ലെയർ അനാലിസിസ് വീഡിയോ, റോമാൻ പവൽ എന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തിൻ്റെ ഒരു പ്ലെയർ അനാലിസിസ് വീഡിയോ. റോമാൻ പവൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു വെസ്റ്റ് ഇൻഡീസ് താരമാണ്. മെയിൻ പൊസിഷൻ ഒരു ബാറ്റർ ആണെങ്കിൽ പോലും ഫിനിഷറുടെ റോളിൽ കളിക്കുന്ന ഈ ഒരു താരം അത്യാവശ്യം ചില ഘട്ടങ്ങളിൽ ഒരു ബോളിംഗ് ചേഞ്ചിന് വേണ്ടി ബോളിങ്ങും എറിയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ 2022 അദ്ദേഹം ആദ്യമായി IPL കളിക്കാൻ ഇറങ്ങുന്നത്. 2022 14 മത്സരങ്ങളിൽ നിന്ന് 250 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടം. 67 ആയിരുന്നു ഹൈ സ്കോർ. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെയും ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയും അദ്ദേഹം ഇതിനോടകം തന്നെ കളിച്ചിട്ടുണ്ട്. 2023 3 മത്സരങ്ങളിൽ നിന്ന് 7 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ഇത് അങ്ങനെ IPL കരിയറിൽ 17 മത്സരങ്ങളിൽ മാത്രം പരിചയസമ്പത്തുള്ള റോമാൻ പവൽ 257 റൺസാണ് നേടിയിട്ടുള്ളത്. ഹൈ സ്കോർ 67. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 140 മുകളിൽ തന്നെയാണ് ആ ഒരു സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും ഒരു വെട്ടിക്കെട്ട് തീർക്കാൻ കെൽപ്പുള്ള താരം തന്നെയാണ് റോമാൻ പവൽ. RRനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യ ഘടകവുമാണ് ഒരു വെട്ടിക്കെട്ട്. റോമാൻ പവൽ എന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തിൻ്റെ ബാറ്റിൽ തന്നെ ആയിരിക്കും RRൻ്റെ ഇനിയൊരു 3-4 നമ്പറിൽ അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ടൈമിലേക്ക് വരുമ്പോൾ RR ടീമിൻ്റെ ഫുൾ ഒരു നോട്ടം ഈ ഒരു താരത്തിന് മേൽ തന്നെ ആയിരിക്കും. 45 ODI മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 897 റൺസാണ് നേടിയിട്ടുള്ളത്. 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 101 അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോറും. 55 2020 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് താരമാണ്. വെസ്റ്റ് ഇൻഡീസ് അന്താരാഷ്ട്ര ടീമിന് വേണ്ടി 55 2020 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 890 റൺസാണ് നേടിയിട്ടുള്ളത്. 1 സെഞ്ചുറിയും 4 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 107 ഹൈ സ്കോർ 2020. ഇനി മെയിനായിട്ടും നമുക്കറിയാം 14 കോടി രൂപയുടെ രാജസ്ഥാൻ റോയൽസ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ഒന്നാമതായി വിളിക്കപ്പെട്ട റോമാൻ പവലിന് വേണ്ടി തങ്ങളുടെ പകുതിയോളം തുക മുടക്കിയത്. കഴിഞ്ഞ സീസണിലൊക്കെ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്ട്രെങ്ത് ഉള്ള ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയുമുള്ള ടീമായിരുന്നു റോയൽസ്. പക്ഷേ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ഫിനിഷിംഗ് അല്ലെങ്കിൽ ഒരു ബാറ്റിങ്ങിന് ഫിനിഷേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ റോയൽസിൻ്റെ പല മത്സരങ്ങളിലും അബദ്ധം പറ്റിയിട്ടുള്ളത് നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. സോ അതിനാൽ തന്നെ ഇത്തവണ കൂട്ടിയും കഴിച്ചും ഒരു മികച്ച ഓൾറൗണ്ടറെ സ്വന്തമാക്കാനായിരിക്കും രാജസ്ഥാൻ റോയൽസ് പോകുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റോമാൻ പവൽ എന്നൊരു ബാറ്ററിയാണ് അവർ തവണ കൂടാരത്തിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം ജോ റൂട്ട്, ഇംഗ്ലീഷ് താരമായിട്ടുള്ള ജോ റൂട്ടിന് പകരക്കാരനായ മെയിനായിട്ടൊരു ടോപ്പ് ഓർഡറിലൊരു ബാറ്ററിയും ഒപ്പം ഒരു മികച്ച ഓൾറൗണ്ടറെയും സ്വന്തമാക്കുമെന്നായിരുന്നു നമ്മളെല്ലാം കരുതിയത്. പക്ഷേ അതോടൊപ്പം തന്നെ ഹാരി ബ്രൂക്ക് എന്ന താരത്തിന് വേണ്ടിയായിരുന്നു മെയിനായിട്ടും രാജസ്ഥാൻ റോയൽസ് ശ്രമിച്ചത്. ഉൾപ്പെടെ ടാർഗറ്റ് പ്ലേയേഴ്സ് ലിസ്റ്റും നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായി തന്നെയായിരുന്നു റോമാൻ പവലിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി തുടക്കത്തിൽ തന്നെ RR ബിഡ് ചെയ്തുകൊണ്ടിരുന്നത്. KKRുമായി വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് 7 കോടി രൂപയോളം മുടക്കി റോമാനെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വെടിക്കെട്ട് ബാറ്റർ തന്നെയാണ്. ഓൾറെഡി RRൻ്റെ സ്കോഡിൽ ഷിമറോൺ ഹെറ്റ്മെയർ എന്ന മറ്റൊരു വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാനുണ്ട്. സോ അദ്ദേഹത്തിനൊപ്പം മറ്റൊരു ബാറ്റിങ്ങിൽ വെടിക്കെട്ട് തീർക്കാൻ കെൽപ്പുള്ളൊരു താരം കൂടിയാണ് റോമാൻ പവൽ. അതോടൊപ്പം തന്നെ പേസേഴ്സിനെതിരെ മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള താരം തന്നെയാണ് റോമാൻ പവൽ. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് അല്ലെങ്കിൽ അദ്ദേഹം വരുന്നതിൽ കൂടി RRൻ്റെ കുറച്ച് ഫാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ റോമാൻ പവൽ ഒരു വെടിക്കെട്ട് ബാറ്റർ തന്നെയാണ്. പേസ് ബോളേഴ്സിനെതിരെ കൂടുതൽ മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള താരം. സോ അതിനാൽ തന്നെ ഈ ഒരു താരത്തിനെ 4-5 അല്ലെങ്കിൽ 5-6 നമ്പറിലേക്ക് ബാറ്റിംഗ് ഇറക്കുകയാണെങ്കിൽ ഷിമറോൺ ഹെറ്റ്മയറെ ഒരു സ്ഥാനം കൂടി മുകളിൽ കയറ്റി 4-5 അല്ലെങ്കിൽ 5-മതോ രാജസ്ഥാനെ കളിപ്പിക്കാൻ സാധിക്കും.
അങ്ങനെയെങ്കിൽ നമുക്കറിയാം ടോപ്പ് ഓർഡറിൽ ബട്ട്ലറും ജയ്സോളും ഓപ്പൺ ചെയ്യുന്ന രാജസ്ഥാന് വേണ്ടി 1 ഡൗൺ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. ഒപ്പം 4-ാം നമ്പറിൽ റോമാൻ പവൽ ഹെറ്റ്മേയറിനെ ബാറ്റിംഗ് നയിക്കാൻ രാജസ്ഥാന് സാധിക്കും. പവൽ 11ലേക്ക് വരികയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവസാനമായി നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് ഏകദിന പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒരു ഇംഗ്ലണ്ടിനെതിരായ അവസാന 3 മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് റോമാൻ പവൽ കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കോൺട്രിബ്യൂഷൻസും വെസ്റ്റ് ഇൻഡീസ് ടീമിന് വേണ്ടി ഉണ്ടായി. അതോടൊപ്പം തന്നെ നമുക്കറിയാം തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മെയിൻ ബാറ്റർ ആണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ബോളും കയ്യിലെടുക്കാറുണ്ട്. സോ അതിനാൽ തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഒരു ബോളിംഗ് ചേഞ്ച് വളരെ അത്യാവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സഞ്ജു സാംസന് വിശ്വാസത്തോടുകൂടി ബോൾ ഏൽപ്പിക്കാൻ പറ്റുന്ന താരമാണ് റോമാൻ പവൽ. അത്ര മികച്ച ബോളിങ്ങിൽ അത്ര മികച്ച പ്രകടനം അല്ലെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാം അശ്വിൻ അതോടൊപ്പം തന്നെ ചഹൽ തുടങ്ങിയ താരങ്ങളെല്ലാം ബോൾ ചെയ്ത് വരുമ്പോൾ ഒരു മികച്ച അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാർക്ക് അവരുടെ ഒരു ട്രിക്കും ടിപ്സും പിടികിട്ടി കഴിഞ്ഞാൽ ഒരു ബോളിംഗ് ചേഞ്ചിന് വേണ്ടി വളരെ അത്യാവശ്യമായി റോമാൻ പവലിൻ്റെ കയ്യിൽ പന്ത് കൊടുക്കാൻ സഞ്ജു സാംസന് സാധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ ബോളിങ്ങിൽ വരുത്താറുള്ള സ്കിൽസും ആർ നിരയിൽ വളരെ പ്രകടമായി തന്നെ കാണും. കാരണം നമുക്കറിയാം ഓഫ് കട്ടേഴ്സും ലെഗ് കട്ടേഴ്സും വളരെ മികച്ച രീതിയിൽ തന്നെ എറിയാൻ കഴിവുള്ള താരമാണ് റോമാൻ പവൽ. സോ അതിനാൽ തന്നെ ആറിൻ്റെ പേസ് ബോളിംഗ് ട്രെൻഡ് ബോൾട്ടും ആവേശ് ഖാനും പ്രസീദുമൊക്കെ അടങ്ങുന്ന പേസ് നിരയിൽ കൂടെ ഒരു മികച്ച റൈറ്റ് ആം ഫാസ്റ്റ് ബൗളറായിട്ട് ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന താരം കൂടിയാണ് റോമാൻ പവൽ. സോ അതിനാൽ തന്നെ വളരെ മികച്ച ഒരു സൈനിങ് എന്ന് നമുക്ക് പറയാം റോമാൻ പവൽ രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നത്. തുടക്കത്തിൽ ആരാധകരെ പോലും വളരെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു റോമാൻ പവലിന് വേണ്ടി രാജസ്ഥാൻ റോയൽസ് വമ്പൻ തുക മുടക്കിയത്. പക്ഷേ ആ തുക മുടക്കിയത് വെറുതെ അല്ലെന്ന് തെളിയിക്കുന്ന ഫാക്റ്റുകൾ തന്നെയാണ് ഈ ഒരു വെസ്റ്റ് ഇൻഡീസ് താരത്തിന് മേലുള്ളത്. സോ കാത്തിരിക്കാം രാജസ്ഥാൻ റോയൽസിൻ്റെ ജേഴ്സിയിൽ റോമാൻ പവൽ എന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തിൻ്റെ ആ ഒരു വെടിക്കെട്ട് ബാറ്റിങ്ങിന് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും.